എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ സെക്കൻഡ് സെമ്മർ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ. അപ്പോൾ സെക്കൻഡ് സെമ്മിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ചൈൽഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. ആ പേരിൽ തന്നെയുണ്ട് എന്താണ് നമ്മൾ ഈ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചൈൽഡ് റൈറ്റ്സ്, അതായത് കുട്ടികളുടെ അവകാശങ്ങൾ. നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ അവര് എന്താണ് ചൈൽഡ്, എന്താണ് അവരുടെ റൈറ്റ്സ്, അതേപോലെ തന്നെ എന്തിനാണ് ഈ ചൈൽഡ് റൈറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കുട്ടികളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ, അവരുടെ അവകാശങ്ങൾ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് കുട്ടികളുമായിട്ടാണ്. സോ അവരുടെ ആ ബേസിക് ആയിട്ടുള്ള ലോസും അവരെ ഇൻവോൾവ് ചെയ്യുന്ന ലോസ്, അവരുടെ റൈറ്റ്സ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മുടെ ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഫസ്റ്റ് യൂണിറ്റ് ആണ്. മെയിൻ ആയിട്ട് ഈ ചൈൽഡ് എന്താണ്, റൈറ്റ്സ് എന്താണ്, ചൈൽഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, അതിനെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ് യൂണിറ്റ് 1. അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആരാണ്, കൺസെപ്റ്റ് ആൻഡ് ഡെഫിനീഷൻ ഓഫ് ചൈൽഡ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. Traditionally, children were seen as parental property. A child is generally defined as someone below a certain age or not yet an adult. Definition varies by legal, cultural, and social context. UNCRC defines a child as under 18 unless national legislation sets an earlier age of majority. Laws have specific definitions and age limits for children based on various purposes. Definitions varies across jurisdictions covering protection, education, labor and criminal responsibility. അപ്പൊ എന്താ പറയുന്നത്, കുട്ടി അല്ലെങ്കിൽ ഒരു ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാ പറയുന്നത്. നമുക്കറിയാം ഓരോ കൾച്ചറിനും അതേപോലെ തന്നെ ഓരോ സ്ഥലത്തിനും അനുസരിച്ച് നമ്മൾ കുട്ടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചൈൽഡ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഡിഫറെന്റ് ആണ്. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക എങ്ങനെയാണെന്നറിയോ, അണ്ടർ 18 ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കുട്ടികളായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു വോട്ടേഴ്സ് ഐ ഡി കിട്ടാൻ, അതല്ലാന്നുണ്ടെങ്കിൽ മാരേജിന് വേണ്ടിയിട്ടുള്ള ഗേൾസിന്റെ മിനിമം ഏജ്, ഇതൊക്കെ എന്താണ് 18 ആണ്. പക്ഷെ അതേസമയം ഇപ്പൊ നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, കുട്ടികളായിട്ട് ആരെ കണക്കാക്കുന്നത്, അണ്ടർ 14 ആണ്. സോ അതാണ് പറഞ്ഞത്, ഓരോ എന്താ പറയാ ലോക്ക് അനുസരിച്ചും അല്ലെങ്കിൽ ഓരോ ആക്ടിനനുസരിച്ചും കുട്ടികളുടെ ഏജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ബട്ട് ബേസിക്കലി നമ്മൾ ലിമിറ്റ് വെച്ചിട്ടുള്ളത് എന്താണ്, അണ്ടർ 18 ആണ്. അത് എസ്പെഷ്യലി ആരാണ് ആ ഒരു അണ്ടർ 18 എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നതെന്നറിയോ, UNCRC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് എ ചൈൽഡ്, അതായത് കുട്ടികളുടെ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടായ ഒരു UN കൺവെൻഷനെയാണ് നമ്മൾ UNCRC എന്ന് പറയുന്നത്. സോ അവരുടെ ഒരു ഡെഫിനേഷൻ പ്രകാരം അണ്ടർ 18 ആണ് ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അണ്ടർ 18 ആണ് കേട്ടോ. അത് ലോക്കും കൾച്ചറിനും അതുപോലെ തന്നെ ലൊക്കേഷൻസിനും ഒക്കെ അനുസരിച്ച് ഡിഫറെന്റും ആണ്. ഇനി നോക്കിക്കേ, മീനിങ് ഓഫ് റൈറ്റ്. അപ്പൊ ചൈൽഡ് എന്താ നോക്കി, റൈറ്റ്സ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ്സ് ആണ്. റൈറ്റ്സ് എന്താ നോക്കാം, അതായത് അവകാശങ്ങൾ. റൈറ്റ്സ് എമർജസ് ഫ്രം ദ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്. However, the most basic needs referred to as rights. Without fulfillment of the basic needs, a child's normal development cannot take place. Rights have a framework of rules and laws. In case of needs, one cannot seek legal action. അപ്പൊ റൈറ്റ്, അവകാശം എന്താണ്, നമ്മൾ പറയാറുണ്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ പറയില്ലേ, ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. അതാണോ ശരിക്കും അവകാശം എന്ന് പറയുന്നത്? ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതായത് ഈ അവകാശം എന്ന് പറയുന്നത് എന്താ അറിയോ, നമുക്ക് സർവൈവ് ചെയ്യാനും നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഹാംസിനൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനും അങ്ങനത്തെയുള്ള ബേസിക് നീഡ്സ് ഉണ്ടല്ലോ, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, അങ്ങനെയുള്ള ബേസിക് നീഡ്സിനെയാണ് നമ്മൾ റൈറ്റ്സ് എന്ന് പറയാ. അതായത് ഒരാൾക്ക് ആരെയും പേടിക്കാതെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സിനെയാണ് നമ്മൾ അവകാശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറയുന്നത്.